ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ നമ്മൾ ശൈലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ ഓളി സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഓൾ ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോകാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷേ മുന്നൊരിക്കലും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി അതിനോട് എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെയും പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോൺടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലയിൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഷഹലയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്തതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ വ്ളോഗ് എന്നെ ഭയങ്കര വിമർശിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും അവളെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടി ഷഹല എന്ന പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ശരിയാണ്, അവൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കൂട്ടുകാരികളും പറയുന്നത്. ശരിയാണ്, അവൾ ഇത്രത്തോളം അനുഭവിക്കുന്ന ഒരു പെണ്ണ് ഒരിക്കലും ഒരു കാമുകൻ്റെ കൂടെ അല്ല പോവേണ്ടിയിരുന്നത്. ഒരു ഒന്നില്ലെങ്കിൽ വീട്ടിൽ പോകണമായിരുന്നു, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. അല്ലാതെ വേറൊരുത്തന് അത് പോയതും നല്ലൊരുത്തനാണെങ്കിലും വേണ്ടില്ല, അത് ഡ്രഗ് അഡിക്ട്സ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ അവൾ പോയതിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. ഞാൻ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ശരിയായ കാര്യമേ അല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രവാസി ഭാര്യമാർക്കും ഭയങ്കര സുഖമാണെന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ പെൺകുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ഞാൻ ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഞാൻ വന്നിട്ടേ ഇല്ല എന്ന് ഞാൻ പറയണം. അവൾ പോയതിന് ഒരിക്കലും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. അവൾക്ക് വേറെ എവിടെയെങ്കിലും പോവായിരുന്നു, അവളുടെ വീട്ടിൽ പോവായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവായിരുന്നു. ഈ ചെയ്തത് വേറൊരു 3 മക്കളുള്ള ഒരു അന്യപുരുഷൻ്റെ കൂടെ പോയതിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അവളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുടെ വോയിസാണ് നിങ്ങൾ കേട്ടത്. ആ വോയിസിൽ ആ കൂട്ടുകാരിയും പറയുന്നുണ്ട്, അവളുടെ അടുത്ത കൂട്ടുകാരിയായിട്ട് പോലും അവളും പറയുന്നുണ്ട് ഇവൾ ചെയ്തത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല, അത് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ചെറിയൊരു ഇത് വന്നാലും അങ്ങനെ പോവോ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു തരത്തിലും അവളൊന്നും അനുഭവിച്ചിട്ടില്ല തരത്തിലുള്ള പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. അതൊക്കെ എന്താ പറയുക, അതിൽ ഒരു കഴമ്പില്ലെന്ന് തന്നെ പറയാം. വെറുതെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഈ ഷഹലയെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഡാനി സത്യം എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതിയാവും. ഡാനി സത്യം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അവനക്കെല്ലാം വോയിസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അവൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അതും ഈ ഒരു പെൺകുട്ടിൻ്റെ വോയിസും അതുപോലെ തന്നെ ഇവളുടെ അടുത്തൊരു കൂട്ടുകാരിയുടെ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ എൻ്റെ കിട്ട് പറഞ്ഞ ഇതൊന്ന് പേ ചെയ്യുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാമെങ്കിൽ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല,
അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞ് പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ച്. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവൾ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് പക്ഷേ ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ച് തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടായി എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ അവൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിലുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ, പുള്ളിക്കാരിക്ക് ഒരു സ്വാതന്ത്ര്യ കാര്യങ്ങളോ ഒന്നും ആ വീട്ടിലില്ല. അപ്പോൾ എന്താ പറയുക, ഒരു ഗൂഗിൾ പേ പോലും GPay പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ഷഹല. ഈ വന്ന കാലത്ത് ആർക്കാണ് GPay ഇല്ലാത്തത്? ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് GPay വഴിയാണ്, അല്ലെ? ആർക്കാണ് GPay ഇല്ലാത്തത്? അപ്പോൾ ഒരു തരത്തിലും സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരിതാണ്. ശരിയാണ്, അവൾ ഈ ഒരു തെറ്റ് ചെയ്യരുതായിരുന്നു, വേറെ ഒരുത്തൻ്റെ കൂടെ പോകരുതായിരുന്നു. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അത് അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൾക്ക് വേറെ എന്തെങ്കിലും ഇത് എടുക്കാമായിരുന്നു. പക്ഷേ ഇവൾ പോയത് തെറ്റായ ഒരു മാർഗത്തിലൂടെയാണ്. അത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഞാനത് എവിടെയും ഞാൻ ചെയ്ത വീഡിയോയിൽ എവിടെയും അവൾ പോയതിൻ്റെ സാഹചര്യം മാത്രമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവൾ പോയത് ശരിയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെ അനുഭവിക്കുന്നവരെല്ലാം കണ്ടവൻ്റെ കൂടെ പോവും, ആ തരത്തിലൊന്നും ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മനസ്സിലായി. അത് എന്താ പറയുക, വീഡിയോ ഫുള്ള് കാണാതെയാണ് ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ട് കുരയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ആ കുരയ്ക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഞാൻ അവൾ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് 2 മക്കളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരും വളർന്നു വരുന്നതാണ്. അവരുടെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ഒരാളെക്കുറിച്ചും ഞാനൊരു വീഡിയോയും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഞാൻ അതിലുള്ള ആ ഒരു കാര്യങ്ങൾ ആരെങ്കിലും സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ അടുത്തു നിന്ന് എടുത്തിട്ട് എൻ്റെ എന്താ പറയുക മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഊഹിച്ച് പറയുന്നൊരു വ്യക്തിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ തന്നെ എന്നെ എന്താ പറയുക ഷഹല എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് വരെ കൂട്ടുകാർ വരെ ആക്കി ഈ അതിൽ വ്ളോഗ് എന്ന് പറയുന്ന ആ വ്യക്തി. അപ്പോൾ അതൊന്നും എനിക്ക് വിഷയമല്ല. അവൻ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. അവനക്ക് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള ആ ഒരു രീതിക്കാണ് അവൻ്റെ ആ ഒരു പോക്ക്. പിന്നെ അവിടെ ഒരു കുറേ കമൻസുകൾ ഞാൻ കണ്ടു. നിങ്ങൾ മാത്രമാണ് സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്നത് എന്ന്. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ് പുച്ഛമാണ് കേട്ടോ തോന്നിയത്. അതിൽ വ്ളോഗിൻ്റെ ആ താഴോട്ടുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ആ രേണുവിനൊക്കെ പറയുന്ന ആ ഒരു വീഡിയോകളൊക്കെ ഈ കമൻറ്റ് ഇടുന്നവരൊന്ന് എടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ അവൻ സത്യസന്ധമായിട്ട് തന്നെയാണോ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് കമൻ്റ് ഇടുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ മാത്രമാണ് സത്യസന്ധമായിട്ട് പറയുന്നത്, ഉള്ളതുപോലെ പറയുന്ന വ്യക്തി നിങ്ങൾ മാത്രമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു. അപ്പോൾ അവരോട് എനിക്കിതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടം നയിച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എപ്പോഴും
എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാതെ. പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ ഹസ്ബൻഡ് ചെയ്തു ഹസ്ബൻഡ് മൊത്തത്തിൽ ഒരു സൈലൻറ്റ് പേഴ്സണായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും എന്താ അങ്ങനെ പോലും ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തെന്ന് എനിക്ക് തോന്നി. സിസ്റ്ററിലായിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ എന്താ ഇങ്ങനെ മോൻ പറഞ്ഞ വോയിസും അതേപോലെ അവൾ അവിടെ പണിയെടുക്കാൻ പോയ രീതികളൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസിലൂടെ തൊട്ട് ഞാൻ കണക്ട് ചെയ്തു. ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും ഹോമായിട്ട് അറിയുന്ന ഒരാളെന്നോട് പറഞ്ഞു ഈ ശകല ഒന്നിൽ വരില്ല. അപ്പോൾ അവർ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും വരില്ല, ഭയപോലെയല്ല, ഇല്ലാത്തൊന്ന് മാറി നിൽക്കും, മേ ബി പിശുക്ക് കൊണ്ടാവാമെന്നൊക്കെ ഉള്ള രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല, ഓരോരുത്തരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ പോയി പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ലൈഫ് ഞാനായിട്ട് പറയണം, ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് എന്താണ് ശൈലൻ്റെ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്നും ഇപ്പോൾ അടുത്തുള്ള സംഭവങ്ങളൊന്നും കേട്ടോ, ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മ. കാരണം എൻ്റെ ഫോൺ ജസ്റ്റ് മാറിയോണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ശാലൻ്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും പ്രയാസമല്ല. ഓളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് ഉള്ളത് വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പോൾ നമുക്കിത് ചിന്തിച്ചറിയാലോ, ഒരു പരിപാടിക്കും വരില്ല, ഒരു പരിപാടിക്കും പങ്കെടുത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ പറയും ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് പറയുമ്പോൾ നമ്മളെ ചോദിക്കും എന്നാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോകാൻ പറയുന്നത് പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ലെ ഞാൻ എല്ലാം നോളെ സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ നമ്മൾ പറയും. അപ്പം തന്നെ കുറേ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സിസ്റ്ററിലോനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ സിസ്റ്ററിലോനെ എനിക്കിപ്പോൾ ആസ് എ ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് ആസ് എ സിസ്റ്റർ എനിക്ക് പറയാം, കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ടിനോട് ഇപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കുള്ളൂ, ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ അത്ര ക്ലോസ് ഫ്രണ്ട് അങ്ങനെ ആയാലല്ലേ നമുക്ക് കുറേ കാര്യങ്ങളോട് പറയാൻ പറ്റും. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കില്ല. അവൾ പറയുന്നത് കേട്ടോ, ആ കൂട്ടുകാർ പറയുന്നത് കേട്ടോ, ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല, പുള്ളിക്കാരൻ ഒരു സൈലൻ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, വേണ്ടവിടെ പറയാൻ അറിയില്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, അതൊന്നും പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ്. ഇപ്പോൾ അല്ലാതെ ഏതൊരു പെണ്ണിനാണ് GPay ഇല്ലാത്തത് അല്ലേ? എത്ര ഇല്ലാത്തവർക്കും ഇപ്പോൾ GPay ഉണ്ട്, ആർക്കും GPay ഇല്ലാത്തതായിട്ട് ആരും ലോകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഇതിൽ ആ ഒരു പെൺകുട്ടി ഷഹല എന്ന് പറയുമ്പോൾ അധികം പ്രായമൊന്നുമുള്ള ഒരു പെൺകുട്ടിയിൽ 28-29 വയസ്സായ ഒരു പ്രായമാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും, എന്തെല്ലാം സന്തോഷങ്ങൾ വേണം, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ ആ ഒരു ഇതിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പെണ്ണാണ്, ഞാൻ ഇപ്പോൾ ഇത്രയും പ്രായമായി, അപ്പോൾ എനിക്ക് തന്നെ ഉണ്ടാവില്ല, പല ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ആ ഒരു പെൺകുട്ടിൻ്റെ ആ ഒരു ഇതും ചിന്തിക്കുന്നത്. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അതൊന്നും നിവർത്തിച്ചു കൊടുക്കാതെ വെറും എന്താ പറയുക, അവൾക്കൊരു വീടില്ല, നേരം പോലെയുള്ള ഒരു അടച്ചുറപ്പുള്ള വീടല്ല, പിന്നെ അവൾക്ക് വേണ്ട സാഹചര്യങ്ങളോ അവിടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളോ ആവശ്യകതകളോ ഒന്നും നിറവേറ്റി കൊടുക്കാത്ത ഒരാളുടെ കൂടെ തള്ളി നിൽക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്താ പറയുക, തെറ്റായൊരു തീരുമാനം എടുത്തത്, വേറെ ഒരുത്തൻ്റെ കൂടെ പോയി എന്നുള്ളത് അത് തെറ്റായ തീരുമാനമാണ്. പക്ഷേ സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ പറയാമായിരുന്നു എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയി നിന്നിട്ടൊരു തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ചെയ്തത് വേറെ 3 മക്കളുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ഇവൾ പോയത്. അത് ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരമാണ്. അത് ഇനി അതിൽ നിന്ന് ഒരിക്കലും എന്താ പറയുക, ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2 ഫാമിലിയാണ് പോയത്. ഇപ്പോൾ ഇവളുടെ ഫാമിലിയും ഇല്ലാതായി, അവൻ്റെ ആ ഒരു ഫാമിലി ഇല്ലാതായി. ഇപ്പോൾ ഇവളുടെ ഫാമിലി വേണ്ടാന്ന് ഇവൾക്ക് തോന്നുവാണെങ്കിൽ ഇവൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമായിരുന്നു, മറ്റൊരു ഫാമിലിയെ കൂടി ഇവൾ നശിപ്പിക്കരുതായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവളുടെ സാഹചര്യങ്ങൾ അന്ന് മുതൽ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അവളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അവളിങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ത് സാഹചര്യമാണെങ്കിലും മറ്റവൻ്റെ കൂടെ പോവുകയാണോ എന്നുള്ളത്. അത് കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞു. മറ്റവൻ്റെ കൂടെ പോയതിന് ഞാൻ ന്യായീകരിച്ചിട്ടില്ല, അവളുടെ സാഹചര്യങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചെയ്യില്ലെന്ന് പറയില്ലേ. അപ്പോൾ ഷഹലയുടെ ഭാഗത്തു നിന്നും ചിന്തിച്ച് നോക്കണം. അവൾ പോയതിനെയല്ല ഞാൻ ന്യായീകരിച്ചത്, അവൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും ഷഹല നേരിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് അവളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറ്റം പറയുന്ന ആളുകൾക്ക് ഒന്ന് കണ്ണ് തുറക്കുകയുള്ളൂ. കുറേ യൂട്യൂബേഴ്സ് പുറകെ നടന്ന് എന്തോ നേരിട്ട് ഇവളുടെ എല്ലാ കാര്യങ്ങളും കണ്ടതുപോലെയാണ് അവന്മാർ കിടന്ന് കുരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്തോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അതും എടുത്തിട്ട് വീഡിയോ ചെയ്ത് എന്നെയും കുറേ പൊങ്കാലക്കിടാൻ വന്നു. അപ്പോൾ ഇതാണ്
അതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വീട്ടിലില്ല. ഭയങ്കര ബുദ്ധിമുട്ടിയത് തന്നെയാണ് ആ പെൺകുട്ടി ജീവിച്ചത്. പക്ഷേ അവൾ തെറ്റായ ഒരു തീരുമാനം എടുത്തതിലാണ് ആർക്കും യോജിക്കാൻ കഴിയാത്തത്. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു CCTV ദൃശ്യമൊക്കെ വന്നിട്ടുണ്ട്. അവൾ വേറെ ബാംഗ്ലൂരിൽ നിന്നോ വേറെ എവിടെ നിന്നോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു CCTV ദൃശ്യം എത്രമാത്രം ഇതാണെന്ന് അറിയില്ല. അപ്പോൾ അതിൽ ഷഹല പോയ ആളുടെയും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവൾ നേരിട്ട് വന്നിട്ട് കാര്യം എന്താണെന്ന് പറയട്ടെ. അവൾ നേരിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞാൽ മാത്രമാണ് ഇതിൽ എത്രമാത്രം വാസ്തവം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുള്ളൂ. അല്ലാതെ എല്ലാവരും കൂട്ടുകാരികളും ഇപ്പോൾ ഭർത്താവും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് വന്നിട്ട് പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഞാൻ എല്ലാ സുഖങ്ങളും കൊടുത്തിട്ടാണ് അവളെ നോക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതും, ഇപ്പോൾ ഡാനി സത്യം വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നതും എൻ്റെ മോൾക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം അവൾക്ക് ഉണ്ടായിട്ടില്ല, അവൻ ഒരു ഇതും കൊടുത്തിട്ടില്ല, എന്താ പറയുക, അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടില്ല. ഒരു ബൊമ്മയെ പോലെ ഒരു ഭർത്താവ് മാത്രം ഉണ്ടായാൽ പോരല്ലോ. അവൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കടമകളുണ്ട് ഭർത്താവിന്. ആ കടമകൾ ചെയ്ത് കൊടുക്കാതാകുമ്പോൾ ആർക്കാണെങ്കിലും ആ ഒരു മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് പ്രവർത്തിച്ചു പോകും. അങ്ങനെ ഒരു തെറ്റ് പറ്റി പുള്ളിക്കാരി അതിലേറെ തെറ്റിലേക്കാണ് പോയി ചാടിയത്. അതും ഒരു എന്താ പറയുക, പക്ക ക്രിമിനലിൻ്റെ കൂടെ തന്നെയാണ് പോയി ചാടിയത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അതും അവളുടെ ആ മോനെയും കൂടി കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അത് അതിനേക്കാളും വലിയ തെറ്റ്. അപ്പോൾ എന്തായാലും അവൾ തിരിച്ചു വന്ന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് വരെ ഇതിലൊരു വ്യക്തതയില്ലാതെ ഇങ്ങനെ കിടക്കും. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഷഹലയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.